കുടുംബത്തെ കുറിച്ച് നമ്മൾ അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. എല്ലാം ഉണ്ടെങ്കിലും യൂറോപ്പിലും അമേരിക്കയിലും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എന്നെ കാണാൻ വന്നിട്ടുള്ള 99.9% ആളുകളും അവരുടെ കുടുംബത്തെ ഓർത്ത് കരഞ്ഞിട്ടുള്ളവരാണ്. അവരെല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, 10 തലമുറകൾക്കുള്ളത് ഞങ്ങൾ സമ്പാദിച്ചിട്ടുള്ളതും ഉണ്ട്, പക്ഷേ കുടുംബത്തിൽ സമാധാനം ഇല്ല. പ്രിയപ്പെട്ടവരെ, പലരുടെ മുഖത്ത് എന്താണ്? ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളുടെ എത്രയോ ഇരട്ടി ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചിട്ടും എന്താണ് മുഖത്ത് ഇത്രമാത്രം ഒരു വാട്ടം? പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഇരട്ടി സന്തോഷമുണ്ട്. എന്താണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ? എന്താണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്? ഞാൻ ഓർക്കുകയും ആദ്യ നാളുകളിൽ എന്നോടുകൂടെ പഠിച്ച എന്റെ പല കൂട്ടുകാരും എന്നെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കും, ജോൺ, നിനക്ക് ബൈക്ക് ആക്സിഡന്റ് വല്ലതും പറ്റിയോ? മനസ്സിലായോ അർത്ഥം? ഡോക്ടർ എന്നുള്ള ജോലി വിട്ടിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ പെട്ടെന്ന് ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും ദഹിക്കേണ്ട. കാലം കടന്നുപോയി, 3-4 വർഷം കഴിഞ്ഞ് ധ്യാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസം ആ ഡോക്ടർ ആന്തരിക സൗഖ്യാരാധന കഴിഞ്ഞ് ആളുകൾ, സിസ്റ്റേഴ്സും ആളുകളും എല്ലാം എന്റെ ഉടുപ്പിൽ വന്ന് കയറി പിടിച്ചു. ആളുകൾ കൈയടാന്നായി പോയി. കാരണം ഇതുവരെ അങ്ങനെ ഒരു സ്ഥിതി അവർ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ധൈര്യമായിട്ട് അവൾ വന്ന്? എനിക്കറിയാം. ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞു, what happened? I am hungry and thirsty for Jesus. I need your Jesus. I know you have good Jesus. I am hungry and thirsty for this living Jesus. ഈ ജീവനുള്ള യേശുവിനെ എനിക്ക് വേണം. എന്നോട് പറഞ്ഞു, ജോൺ, എല്ലാം ഉണ്ട്, ഒന്നുമില്ല. എല്ലാം ഉണ്ട് ജോണിന്, ഇതൊന്നുമില്ല. എനിക്കുള്ളതിന്റെ 10-1 ശമ്പളമില്ല. പക്ഷെ ജോൺ എത്ര സന്തോഷത്തോടു കൂടി ആടിപ്പാടി നടക്കുന്നു. നിന്റെ അകത്തിരിക്കുന്ന എനിക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കർത്താവിനെ തരാനാണ് അറ്റ്ലാന്റയിൽ ഈ ഷാരോൺ ഫെസ്റ്റിവല് ദൈവമക്കളിലൂടെ ദൈവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചത് എന്തായി സംഭവിച്ചിരിക്കുന്നത്? അന്ന് ആർക്കും പിടികിട്ടിയില്ല. കാരണം അവിടെ വളരെ മനോഹരമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രഭാതത്തിൽ അവിടെ ഫോൺ വിളിക്കുമ്പോൾ ആൾ അമേരിക്കയിലാണ്. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ ചുരുളഴിയുകയാണ്. നിങ്ങൾ നോക്കിക്കോ, പലരും ഇവിടുത്തെ ഷാലോം ടെലിവിഷനിലൂടെ ശുശ്രൂഷകൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സഹോദരിമാരുടെ പാട്ട്, ചെറുപ്പക്കാരുടെ വചനപ്രസംഗം, ആരാധനകള്, സ്തുതിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്, ഇംഗ്ലീഷ് പ്രോഗ്രാമുകള് എല്ലാം ഈ ദേശത്ത് വരും. അതിനായിട്ട് ദൈവം ഒരു മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ജോലി വിട്ടിട്ട് സുവിശേഷം പറയാനൊന്നും എന്നെ വിളിക്കുന്നത്. പക്ഷേ നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകാൻ അനുവദിക്കരുത്. വാഴ്ത്തപ്പെട്ട ഘടകം ഇവിടെ ഒരുപാട് സഭകൾ ഇരുന്ന് ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, നിങ്ങളുടെ സഭ പഠിപ്പിക്കുന്നത് അത് തന്നെ. ഫാമിലി ഈസ് ദ ബേസിക് ഫൈബർ ഓഫ് ദ ചർച്ച്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് പണിയണം. പ്രൈസ് ദി ലോർഡ്. ലിവ് ഫോർ ജീവിതേ ഉള്ളൂ. പറയുന്നത് ഇങ്ങനെയാണ്, ഒരു മനുഷ്യന് 30,000 ഡേയ്സ് ആണ് ഈ ഭൂമിയിൽ എന്നാ പറയുന്നത്. 45 വയസ്സാകുന്നതോടുകൂടി പല ബോണസാണ്. വളരെ ഷോർട്ടാണ് പ്രിയപ്പെട്ടവരെ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇതൊക്കെ അങ്ങോട്ട് തീരും. എന്റെ ക്ലാസ്സിൽ ഞങ്ങൾ 100 പേരായിരുന്നു. ഒരു ബാച്ചായ 5 പേര് ഇപ്പടിയില്ല. ഒരാൾ ട്രെയിൻ ഇടിച്ചു മരിച്ചു, ഒരാൾ ആത്മഹത്യ ചെയ്തു, 2 പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. വളരെ പെട്ടെന്ന് എടുക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വെട്ടിത്തരം കാണിക്കരുത്. അത് പറയാനായി 16-20 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഹെവൻ ജീസസ്. നമ്മളൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് നമ്മുടെ ഹൃദയം തുറന്നാൽ മതി. Behold, I knock at the door of your heart. If you open it, I will come and dine with you. This is real. എനിക്കറിയാം, ജീസസ് യൂത്തിലൊക്കെ പണ്ട് തീ പിടിച്ച് നടന്ന ഒരുപാട് പേർക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. സൗദി അറേബ്യ ഈ ധ്യാനത്തിലൂടെ നമ്മൾ തിരിച്ചു വരണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തോറ്റു കൊടുക്കാനുള്ളവരല്ല, നമ്മൾ പിശാചിനെ ചവിട്ടി അരയ്ക്കാനുള്ളവരാണ്. ലൂക്ക 10:10 ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. കർത്താവിനോട് പറയണം, കർത്താവേ, ആദ്യ സ്നേഹത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. You have lost your first love. Repent and come back to that first love. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. സോ അനുദപിച്ച് തിരിച്ചു വരിക. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ലോകം അതിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ 2ാമത്തെ വരവിനായിട്ട് സ്വർഗം ഒരുങ്ങുകയാണ്. വഴി ലോകത്തിലെ സകല രാജ്യങ്ങളിലേക്കും പോവുകയാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് ഒരിക്കലും ഇല്ലാത്തവണ്ണം എല്ലാ സഭകളും ഇന്ത്യയിൽ എന്തിനും തയ്യാറായി സുവിശേഷം പ്രഘോഷിക്കപ്പെടുകയാണ്. മരിക്കാൻ പോലും പേടിയില്ല. അതെ, കർത്താവിന്റെ വാഗ്ദാനമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ തകർത്ത് കളയരുത്. പ്രൈസ് ദി ലോർഡ്. തകർത്ത് കളയരുത്. ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പോയിന്റ് അല്ല. ആ വ്യക്തിയുടെ പേരാണ് യേശു. പ്രൈസ് ദി ലോർഡ്. 2 ബ്രെഡ് കഷ്ണങ്ങളുടെ നടുക്ക് 10,000 പോയിന്റുകളുടെ ഒരു കഥയല്ല പ്രിയപ്പെട്ടവരെ. എനിക്കറിയാം, ഞാൻ ദമ്പതി ധ്യാനം കൂടിയിട്ടുണ്ട്. പക്ഷെ ഭാര്യയും ഞാനും തമ്മിൽ, ഞാൻ ദമ്പതി ധ്യാനത്തിനെതിരല്ല. നമ്മൾ ധ്യാനത്തിക്കേണ്ട ഒറ്റ
കാര്യം ഓർമ്മ വരത്തില്ല. സംശയമുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾ വഴക്കിടുമ്പോൾ നമ്മൾ അവന്റെ മുഖത്തേക്ക് നോക്കും. ജീസസ്, യേശു മതി നമുക്ക് പ്രിയപ്പെട്ടവരെ. അവനെയാണ് വേണ്ടത്. 3 ജ്ഞാനികൾ കിഴക്കുന്ന നക്ഷത്രം കണ്ടതുപോലെ ഈ ദൈവവചനമാകുന്ന നക്ഷത്രം കണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തണം. ഡോക്ടർ മനോജനെ മറക്കണം, പാട്ടുപാടുന്ന സഹോദരങ്ങളെ മറക്കണം, അവനെ ഓർക്കണം, അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കണം. നഷ്ടപ്പെടുത്തി കളയരുത്. അവനാണ് നമുക്ക് സകലതും. ഞാൻ നിങ്ങളൊരു സന്തോഷ സമയം പോലും നമുക്ക് വെളിപ്പെടുത്തി തരും. പ്രൈസ് ദി ലോർഡ്. സംശയിക്കണ്ട പ്രിയപ്പെട്ടവരെ, അത്രയ്ക്ക് നല്ലവനാണ് കർത്താവ്. സമയക്കുറവുകൊണ്ട് അനുഭവങ്ങളിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ഒരുമാതിരി കർത്താവിനോടുകൂടെ പോകുന്നവരാണെങ്കിൽ മരിക്കുന്ന സമയത്ത് മാലാഖ വരും. അല്പം കൂടി കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധന്മാരുടെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മരണം പ്രവചിച്ച സാധാരണ നമ്മുടെ കേരളത്തിലെ വല്യപ്പച്ചമാരെ എനിക്കറിയാം. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കുറെ കാര്യമൊക്കെ കേട്ട് കൈയടിച്ച് പാട്ടുപാടി സ്തുതിച്ച് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഉൽപ്പത്തി 1:31. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. ഓർക്കിഡ് പുഷ്പങ്ങളെ നോക്കി ദൈവം പറഞ്ഞു, വെരി ഗുഡ്. ജിറാഫിനെയും പൂച്ചയെയും പട്ടിയെയും കാറ്റിനെയും എല്ലാത്തിനെയും നോക്കിയിട്ട് ദൈവം പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നു. ഈ അമേരിക്കയിലെ നല്ല ഗ്രീനറീസിനെ നോക്കി ദൈവം പറഞ്ഞു, നന്നായിരിക്കുന്നു. എല്ലാത്തിനെയും നോക്കി ദൈവം പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നു. ഒറ്റ കാര്യത്തെ മാത്രം നോക്കി പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നില്ല. ഒരൊറ്റ കാര്യത്തെ നോക്കി ദൈവം പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നില്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ വിവാഹിതനാണ്. നമ്മൾ ഇവിടെ ഒരുപാട് പേര് വിവാഹിതരാണ്, വിവാഹ ജീവിതത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നോട് പറയട്ടെ, നമ്മൾ ഈശോയോട് ചേർന്ന് നിന്നാൽ കുടുംബം ഒരു സ്വർഗമായി തീരും. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിലെ നരകവും സ്വർഗവും ഒരുപോലെ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഞാൻ കടന്നു പോകുന്നത്. എനിക്ക് കർത്താവ് പുറകോട്ട് നോക്കും, കാരണം എന്റെ ജീവിതത്തിൽ ഇതെല്ലാം ഞാൻ കണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ഒരു കുഞ്ഞനുഭവം പറയാം. ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങൾ എല്ലാവരും തന്നെ ദൈവകൃപയാൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു വീട്ടിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുമ്പോൾ, അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു, എന്റെ അനുജൻ നന്നായിട്ട് പഠിക്കുന്നു, അവൻ സ്കൂളിൽ ഫസ്റ്റ് ആണ്, അനീതി നന്നായിട്ട് പഠിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇക്കമ്പറമ്പലച്ചനെയും പനക്കലച്ചനെയും മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾമാരാക്കണം. കാരണം അവർക്ക് രോഗശാന്തി വരവുള്ളതല്ലേ. അങ്ങനെ കളിയാക്കുന്ന, അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി എത്ര വീട്ടിലെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല, പട്ടിണിയില്ല, പഠിക്കാൻ പറ്റുന്നു. ഇവിടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് പപ്പ ഗൾഫിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ദിവസം എന്റെ അനുജൻ രാത്രി എനിക്ക് തോന്നി, ഇവൻ ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടോ മദ്യം കഴിച്ചിട്ടുണ്ടോ, 2-1. ഞാൻ ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? അല്പം ലേറ്റായി എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് കയറി കിടന്നു. 2ാമത്തെ ദിവസവും അവൻ 12 മണിക്ക് കയറി വന്നു. അവന്റെ 2 കാലും 4 മണിക്ക് എന്നിട്ട് പഠിക്കാനുണ്ട്. കാരണം ഇത് 12 മണിക്ക് എന്റെ ഉറക്കം പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. ഒട്ടനെ ഇവനോട് പറഞ്ഞു, ആട്ടിച്ച് ഞാൻ ഷേപ്പ് മാറ്റിക്കളയും. ഇപ്പോഴത്തെ വളരെ കൊച്ചിലെ തൊട്ട് വളരെ റെസ്പെക്റ്റോടുകൂടി ബഹുമാനത്തോടുകൂടി അച്ചാച്ചാ ചേട്ടാ എന്നൊക്കെ വിളിച്ചിരുന്ന എന്റെ അനുജനാണ്. എന്നെക്കാൾ 9 ഡിഗ്രി, ഇപ്പോഴത്തെ +1 എന്ന് പറയാം, അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം 16 വയസ്സേ ഉള്ളൂ. എന്നിട്ടൊരു പൈശാചികമായ ലക്ഷണം. ഞാൻ ഓർത്ത് മിക്കവാറും എന്നെ ഇപ്പൊ കഴുത്തിലും തകർന്നു. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം ചെയ്യാൻ നോക്കിയിട്ട് രക്ഷയില്ല. പിന്നീട് മനസ്സിലായി, ഇവൻ കോളേജിലേ പോയിട്ടില്ല. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ തന്നെ പേടിയായി. കാരണം എന്തും സംഭവിക്കാവുന്ന അവസ്ഥ, ഭയാനകമായ അവസ്ഥ. എന്താണ് ഇവൻ അകത്ത് പോകുന്നത് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നായ്ക്കമറമ്പലച്ചനെയും പനക്കലച്ചനെയും എല്ലാം കരിസ്മാറ്റിക്കുകാരെയും ദർശനപരമുള്ളവരെ പല വിധത്തിലും സൈക്കോ തെറാപ്പി പലരെ നോക്കിയിട്ട് രക്ഷയില്ല. എങ്ങോട്ടും വരുന്നില്ല. എങ്ങോട്ടെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും, അത് വളരെ കൂട്ടാണ് എല്ലാവരും. നമ്മൾ മെഡിക്കൽ കോളേജിൽ അങ്ങനെയാണ്, ഗേൾസ് ബോയ്സ് എല്ലാം നല്ലൊരു സ്നേഹബന്ധം, ഒരു സുഹൃത്തുണ്ട. അപ്പൊ എല്ലാവരും ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ദിവസം ഞാൻ മാത്രം ഇങ്ങനെ താടിക്ക് കൈ. എന്റെ അനുജൻ അവന്റെ ജീവിതം തുലച്ചു. എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പേടിയാണ്. പിന്നീട് കൂട്ടുകാരും ചിരിച്ചില്ല, ആരും ഒന്നും വേണ്ടി. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസം എന്റെ ഫ്രണ്ട് വീട്ടിൽ നിന്ന് തിരിച്ചു പോകും. എന്നോട് തൊട്ട് ചോദിച്ചു, ജോണിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ്? ജോന്റെ അനുജൻ ഒരു 6 അടി പൊക്കമുള്ള ഒരാളാണോ? ഞാൻ പറഞ്ഞതെ, ഈ മുടി ഇങ്ങനെ പെണ്ണുങ്ങൾ നീട്ടി വളർത്തിയിട്ടിരിക്കുന്ന പോലെ ഇവിടം വരെ നീട്ടി വളർത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, താൻ എന്റെ ഫ്രണ്ടിനെ കണ്ടിട്ടില്ലല്ലോ, താൻ എന്റെ ബ്രദറിനെ കണ്ടിട്ടില്ലല്ലോ, മുടി നീട്ടി വളർത്തിയിട്ടുള്ള കാര്യം താൻ എങ്ങനെ അറിഞ്ഞു? ശരിയാണ്, ഇവിടം വരെ മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ 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 കുലുക്കി നടക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, താൻ ഇതെങ്ങനെ കണ്ടു? അപ്പൊ പറഞ്ഞു, എന്റെ ഒരു ചേട്ടൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടനുണ്ട്, കസിൻ ബ്രദർ.
ചേട്ടനോട് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ജോണിന്റെ വിശേഷം പറഞ്ഞതും ചേട്ടൻ ഒരു 5 മിനിറ്റ് നേരം കണ്ണടച്ചെന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ദർശനം കാണുന്നു, ഒരു കോളേജ് ക്യാമ്പസ് കാണുന്നു, ഒരു കാറ്റാടി മരത്തിന്റെ ചുവട്ടിൽ ഈ പറയുന്ന ജോൺ എന്ന് പറഞ്ഞ നിന്റെ ഫ്രണ്ടിന്റെ ബ്രദർ മുടി നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു നീല ജീൻസ്, ഒരു ടീഷർട്ട്, അവനൊരു സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരു കാറ്റാടി മരത്തിൽ ചാടി നിന്ന് പുകവിടുന്നതായി ഒരു ദർശനം ഞാൻ കാണുന്നു. കത്തിട്ടുണ്ടെന്നുള്ള പറഞ്ഞത് ശരിയാണ്, പക്ഷേ അവൻ സിഗരറ്റ് വലിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിവേ ഞാൻ ചോദിക്കാം, ഞാനന്ന് വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, മോനെ നീ സിഗരറ്റ് വലിക്കൂ? ആവശ്യമില്ലാത്ത പറഞ്ഞോണ്ടല്ലോ ഷേപ്പ് ഞാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അയ്യോ ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്റെ അപ്പാ. ഇവൻ എന്റെ പുറകെ വന്നിട്ട് ചോദിച്ചു, അച്ചാച്ചാ ഞാൻ സിഗരറ്റ് വലിക്കുമെന്ന് എന്താ ചോദിക്കാൻ കാര്യം? ഞാൻ പറഞ്ഞു, വിട്ടേര്, അത് കള്ളത്തിനാണെങ്കിൽ വിട്ടേര്. അല്ല, അത് ആരാ പറഞ്ഞത്? ഉടനെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോ ആ ഫ്രണ്ട് പോയി ചേട്ടനോട് ചോദിച്ചിട്ട് വന്നിട്ടാ പറഞ്ഞത്. ഞാൻ കണ്ടതുപോലെ പറഞ്ഞു, നീ ഒരു കാറ്റാടി മരത്തിന്റെ ചുവട്ടിൽ നീ നിൽക്കുന്ന അട്ടാണ് ദർശനം. ഇവൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ആരാ അത് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഒരു ചേട്ടനാ. ഞാൻ ചോദിച്ചു, നീ ആ ചേട്ടനെ കാണാൻ വരുന്നോ? ഒട്ടൻ ഇവൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച എനിക്ക് അവധിയാണ്, ഞാൻ ഇവനെയും കൊണ്ട് ഏതാണ്ട് 75 കിലോമീറ്റർ ദൂരം ഞങ്ങൾ സൂപ്പർ ഫാസ്റ്റ് ട്രാവൽ ചെയ്ത് ഈ പ്രാർത്ഥിച്ച് 18 കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ചേട്ടൻ പറഞ്ഞത് ഞാൻ അന്നേരം ഈ വീട്ടിന്റെ പുറത്ത് നിൽക്കുക, ഇവൻ എന്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് വിറയ്ക്കുകയാണ്. ഞാൻ ചോദിച്ചടാ, നിനക്ക് എന്ത് പറ്റി സിറ്റി? നിനക്ക് എന്ത് പറ്റി? അയ്യോ അച്ചാച്ച. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിടാ? യേശു കഥയല്ല, യേശു ജീവിക്കുന്നു. നിനക്ക് എന്ത് പറ്റി? അയ്യോ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോടൊന്നും ഞാൻ പറയാം. എനിക്കൊരു കാര്യം മനസ്സിലായി, 600 കോടി ജനങ്ങൾ ലോകത്തുണ്ടെങ്കിലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു. അച്ചാച്ചാ, ഇനി നമ്മൾ ഇങ്ങനെ ജീവിച്ചാ പോരാ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ നിന്നും പോകുമ്പോൾ കുറെ ക്രിസ്തീയ പുസ്തകങ്ങൾ തന്നുവിട്ടു. തിരിച്ച സൂപ്പർ ഫാസ്റ്റിൽ ഞാൻ ഇരുന്ന് കരയാണ്. എന്റെ സീറ്റിൽ ആരുമില്ല. എന്റെ വീട് വരെ ഞാൻ കരയാണ്. കർത്താവേ, നിന്റെ ദാസന്മാർ എത്രയിൽപ്പെട്ടവരെ. അവൻ പിറ്റേന്ന് രാവിലെ തന്നെ പോയി കുമ്പസാരിച്ചു, ഒരു ധ്യാനം കൂടി. അവൻ ജീസസ് യൂത്തിൽ ചേർന്നു. ഇന്ന് ബാംഗ്ലൂരിൽ അവൻ ജീസസ് യൂത്തിന്റെ വലിയൊരു പ്രവർത്തകനാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ ജീവിതം റാഡിക്കലായിട്ട് മാറി. അവൻ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല ചെറുപ്പക്കാരനായി മാറി. എന്റെ അനുജൻ മാറി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെ കുടുംബങ്ങളിൽ തകർച്ച വരുമ്പോൾ നമ്മൾ കൈകാലോട്ട് അടിക്കരുത്. പകരം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് യേശുവുണ്ട്. അവിടെ നമ്മളെ ഒറ്റക്കാക്കിയിട്ടില്ല. വി ആർ ക്രിസ്ത്യൻസ്. നമ്മൾ കർത്താവിന്റെ, എന്റെ ഭാര്യ എന്നേക്കാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇൻഫാക്ട് അവൾ ആദ്യമായിട്ട് ധ്യാനം കൂടുന്ന പാലായിലെ കുര്യാക്കോസ് അച്ഛന്റെ ധ്യാനമാണ്. അപ്പൊ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണ് ധ്യാനം, 1993. അപ്പോൾ അച്ഛൻ യുവജനങ്ങളോടെല്ലാം ചോദിച്ചു, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടം പറയുക. ഒരാൾ പറഞ്ഞു, ഡോക്ടറാണ്, പൈലറ്റ് ആണ്, നേഴ്സ് ആണ്, അമേരിക്ക പോണം. അങ്ങനെ പറഞ്ഞ് അച്ഛൻ എല്ലാവരുടെയും തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചു. സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ഡോക്ടറിനെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടണം. അപ്പൊ എല്ലാവരും ഇച്ചിരി ഒന്ന് നോക്കി, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ. എനിവേ അച്ഛൻ പറഞ്ഞു, മോളുടെ ആഗ്രഹം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു വിട്ടു. പ്രിയപ്പെട്ടവരെ, പക്ഷേ സുവിശേഷം പ്രസംഗിക്കുന്ന ഡോക്ടറെ അവൾക്ക് ഉണ്ടാക്കാന്നുള്ളതിനെ കുറിച്ച് മാത്രം ഗവേഷണം നടത്തി പുതിയൊരു PhD തീസിസ് അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന എന്നെയാണ് അവൾക്ക് ഭർത്താവായിട്ട് കിട്ടിയത്. അപ്പൊ ഞാൻ ഇവളീ ധ്യാനം കൂടി എടുത്ത തീരുമാനമൊന്നും എനിക്കറിയത്തില്ല. ഒരു ദിവസം പ്രിയപ്പെട്ടവരെ, ഇവളുടെ കൂടെ ധ്യാനത്തിനുണ്ടായിരുന്ന 2 പെൺകുട്ടികൾ എന്നെ കണ്ടപ്പോ പറഞ്ഞു, ഡോക്ടർ അപ്പൊ പണിയൊന്നും ഇല്ലേ, ഇത് അറിഞ്ഞെങ്കിൽ ഞാൻ കെട്ടത്തില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ പ്രിയപ്പെട്ടവരെ, 7 വർഷങ്ങളാണ്. ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും പറയുന്നില്ല. അവളെ ഞാൻ ഒരുപാട് ഒത്തിരി പറയുന്നില്ല. അവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അവൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ഒത്തിരി എക്സാഗ്രേറ്റ് പറയല്ല, എനിക്ക് തോന്നുന്നു വേറെ വിഷയം തോന്നാം. ബട്ട് ഐ ആം നോട്ട് ലൈങ്. അവളെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവൾ ഒരിക്കൽ പോലും പ്രിയപ്പെട്ടവരെ, അവളുടെ വീട്ടിലേക്ക് അവൾ ഒറ്റയ്ക്ക് അത് മുഴുവൻ എടുത്തു. പിന്നീട് ഞാൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിനക്കൊരു ശിമയോൻ വേണ്ടായിരുന്നോ? കർത്താവിന് പോലും കുരിശെടുക്കാൻ ഒരു ശിമയോൻ ഇല്ലായിരുന്നോ? അവൾ എന്നോട് പറഞ്ഞു, ആര് പറഞ്ഞു എനിക്ക് ശിമയോനില്ല? എനിക്ക് പരിശുദ്ധാത്മാവാണ് എന്റെ സഹായകൻ. പ്രൈസ് ദി ലോർഡ്. യേശു മരിച്ചു കഴിയുമ്പോഴും പെണ്ണ് വീട്ടുകാര് അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാര് ഈ പഴയ ഓർമ്മകൾ വെച്ച് പെരുമാറിക്കളയുമോ നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ ഒരിക്കൽ പൂർത്തികേടുകളോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളോ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. വർഷം കടന്നുപോയി. ഒരു രാത്രിയിൽ ഞാൻ ടോയ്ലറ്റിൽ പോകാനായിട്ട് എഴുന്നേറ്റപ്പോൾ പതുക്കെ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ജോൺ പാവമാണ്, ഒത്തിരിയേറെ ആന്തരിക മുറിവുകൾ ഉള്ള വ്യക്തിയായിരുന്നു കാണും. ചിലപ്പോൾ ഒത്തിരിയേറെ വേദനിച്ചിട്ടുണ്ടായിരിക്കും. ചെറുപ്പിനോട് ക്ഷമിക്കണം. എന്നെ വേദനിപ്പിക്കുന്ന ഈ നാവ് കൊണ്ട് അങ്ങയുടെ വചനം പറയുവാനും അങ്ങയുടെ പാട്ട് പാടുവാനും അനുഗ്രഹിക്കണം. അനേകരെ ആശ്വസിപ്പിക്കുന്നവരെ ഞാൻ ആകപ്പാട് തകർന്നു പോയി. പക്ഷേ അവളുടെ പ്രാർത്ഥനയ്ക്ക് കല്യാണം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞപ്പോ ദൈവം ഉത്തരം കൊടുത്തു. ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കൊണ്ട് നിർത്തുകയല്ല.
എനിക്ക് യേശുവിനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കണം എന്റെ ആഗ്രഹം. ഈശോ ഒട്ടും വേദനിപ്പിക്കാതെ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് അങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. സംശയിക്കണ്ട, ഈശോ വരുന്നതോടുകൂടി നമ്മുടെ ജീവിതം മാറുകയാണ്. നമ്മളെ കൊണ്ട് ഇത് പറ്റുകയല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയാവോ, കരിക്കട്ട എടുത്ത് തീയിടകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കരിക്കട്ട തീക്കട്ടയായി തീരും. ഇതാണ് നമ്മൾ, അത്രേ ഉള്ളൂ. കർത്താവിന്റെ അഗ്നി നമ്മളിൽ വരുമ്പോ നമ്മൾ സ്വർഗീയരായി മാറും. പറയാം. പിന്നീട് ഹൗവ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവം മണ്ണ് കൊണ്ട് ഒരു രൂപമുണ്ടാക്കി. ആ മണ്ണിന്റെ, ശ്രദ്ധിക്കണം, ഊതി വിട്ട ഉടനെ ആദം കണ്ണു തുറന്നു. ആദം കണ്ണു തുറന്ന ഉടനെ ആരെയാണ് ആദ്യം കണ്ടത്? ദൈവത്തെ. ഓരോ ആദമും ഓരോ ഭർത്താവും പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോൾ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ഭാര്യ, തന്റെ നെഞ്ചത്ത് കയറി കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളെ അല്ല ആദ്യം നോക്കേണ്ടത്, പകരം ദൈവത്തെ നോക്കാൻ പഠിക്കണം. ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ട പാഠം. ഓരോ ഭർത്താവും പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോൾ ഭാര്യയല്ല നോക്കേണ്ടത്, മക്കളെയല്ലെന്ന് നമ്മൾ ആദ്യം വിളിക്കേണ്ടത് അപ്പാ. അങ്ങനെ വിളിക്കുന്ന ഒരു ഭർത്താവിനെ പറ്റി ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിക്കുക. ആ ഭർത്താവിന്റെ പ്രത്യാശ കർത്താവ് തന്നെ. ആ ഭർത്താവ് ആറ്റു തീരത്ത് നട്ട മരം പോലെയാണ്. ആ ഭർത്താവ് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു. അവൻ വേനൽ അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഞാൻ കഴിഞ്ഞ സ്ഥലത്ത് ധ്യാനം കൂടി കഴിഞ്ഞ് ധ്യാനിപ്പിച്ചു കഴിഞ്ഞ് കാരനെ ഒന്ന് വിളിക്കാറ് പോലുമില്ല. അതിനു മുമ്പേ ഈ ഏരിയാമേ, അറിയാമേ, തോമാച്ചാമ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇച്ചിരി ഉറക്കം ഒക്കെ തൂങ്ങുന്ന സമയത്ത് ഒന്ന് ദൈവം, പ്രയോറിറ്റി പറയാം. ബൈബിൾ പഠിപ്പിക്കുന്നു, 1 ദൈവം, 2 ജീവിത പങ്കാളി, 3 മാതാപിതാക്കൾ, 5 സഹോദരങ്ങൾ, 6 സുഹൃത്തുക്കൾ, 7 നാട്ടുകാർ. ഒന്നുകൂടെ പറയാം, ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ക്രമം. ഇത് ദൈവം, 2 ജീവിത പങ്കാളി, 3 മക്കൾ, 4 മാതാപിതാക്കൾ, 5 സഹോദരങ്ങൾ, 6 സുഹൃത്തുക്കൾ, 7 നാട്ടുകാർ. പലരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടറെ, നമ്മൾ ഈ ഭാര്യ ഭർത്താക്കന്മാര് ഭയങ്കരമായിട്ട് സ്നേഹിക്കുമ്പോ മക്കൾക്ക് കയറി ഫീൽ ചെയ്യുമോ? നിങ്ങളൊന്ന് സ്നേഹിച്ചു നോക്ക്, അവര് നമ്മുടെ ഇടയിൽ വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് നമ്മൾ തമ്മിൽ പിണങ്ങുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ സങ്കടം. നമ്മൾ തമ്മിൽ സ്നേഹിക്കുമ്പോ അവർക്ക് വലിയ സന്തോഷമാണ്. അവരപ്പുറത്തിട്ട് പറയും, പപ്പയും മമ്മയും തമ്മിൽ ഇപ്പൊ എന്തൊരു സ്നേഹമാണ്. ഈ ശാലോ ഫെസ്റ്റിവൽ അച്ഛനെ കഴിഞ്ഞതിന് ശേഷം എന്തൊരു സ്നേഹമാണ്. ദൈവമേ, അവര് തമ്മിൽ എന്തൊരു സ്നേഹമാണ്. നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കിച്ചാൽ മതി, അവർ വളരെ സന്തോഷത്തോടെ വന്നിരിക്കും. നമ്മൾ തമ്മിൽ പിണങ്ങുമ്പോ അവരുടെ മുഖവും പാടും. നമ്മൾ തമ്മിൽ സ്നേഹിക്കുമ്പോ അവര് പ്രകാശിക്കും. അവരുടെ പഠിത്തം, പ്രാർത്ഥന എല്ലാം പോസിറ്റീവായിട്ട് അഫക്റ്റഡ് ആവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് തരുന്ന ഈ ഒരു ഓർഡർ നമുക്ക് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാം. സുഭാഷിതങ്ങൾ 18:10. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിൽ ഓടിക്കേറി സുരക്ഷിതനായി കഴിയുന്നു. മത്തായി 10:37. എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ, ഭാര്യയെ ദൈവം സൃഷ്ടിക്കും. ശ്രദ്ധിക്കണം, ഇവിടെ എല്ലാം ഓരോ സീക്രട്ട് കർത്താവ്, ഓരോ മിസ്റ്ററി അല്ലെങ്കിൽ ഒരു താക്കോൽ വെച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്. ദൈവം ആദത്തെ ഉറക്കിക്കിടത്തി. ശ്രദ്ധിക്കണം, ദൈവം ആദത്തെ ഉറക്കിക്കിടത്തി. എന്നിട്ട് ആദത്തിന്റെ വാരിയിൽ വലിച്ചൂരിയെടുത്തു. അപ്പൊ ആദത്തെ ഒരു മരത്തിന്റെ തണലിൽ ഉറക്കിക്കിടത്തി. എന്നിട്ട് ആദത്തിന്റെ വാരിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കുറച്ചേരം ദൈവം നോക്കി. ഞാൻ ഭാവന കാണുകയാണ്. ഇങ്ങനെ കുറച്ചേരം നോക്കിയിട്ട് ദൈവം പറഞ്ഞു, ഹൗവ ഉണ്ടാകട്ടെ. ഉടനെ വളരെ സുന്ദരിയായ ഹൗവ ഉണ്ടായി. ഹൗവ കണ്ടു തുറന്നപ്പോ ആദ്യം ആരെ കണ്ടു? ഈ ആദത്തെ എങ്ങാനും ഉറക്കി കിടത്താതെ അവിടെ നിന്ന് തന്നെ എല്ലൂരിയെടുത്ത് അവിടെ വെച്ച് സ്ത്രീ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഹൗവ കണ്ണു തുറക്കുമ്പോ ആദ്യം ആരെ കാണുമായിരുന്നു? ആദത്തെ കാണുമായിരുന്നു. ഉടനെ ദൈവം നിൽക്കുന്നതൊക്കെ മറന്നിട്ട് ഒരു റൊമാൻറ്റിക് ഡയലോഗ് ഒക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഒരു ഉത്തമ ഗീതങ്ങൾ തന്നെ ചിലപ്പോൾ രചിച്ചു കളഞ്ഞേനെ. ദൈവത്തിന് ഇത് അറിയാമായിരുന്നു. ആദത്തിനെ കണ്ണു തുറപ്പിച്ചപ്പോൾ ദൈവം 1-ാം സ്ഥാനത്ത് ദൈവത്തെ ആക്കിയെങ്കിൽ ഹൗവായെ സൃഷ്ടിക്കുമ്പോഴും ദൈവത്തിന് തെറ്റ് പറ്റുന്നില്ല, ദൈവത്തിന് വാശിയുണ്ടില്ല. അതുകൊണ്ട് അവൻ ഉറക്കിക്കിടത്തിയതിനു ശേഷം പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാർ ഉറങ്ങിക്കിടക്കെ നിങ്ങൾ എഴുന്നേറ്റ് അപ്പനെ വിളിക്കണം. ഹല്ലേലൂയ. ഭർത്താക്കന്മാർ നിങ്ങളുടെ കിടക്കയിൽ ഉറങ്ങിക്കിടന്ന് കൂർക്കം വലിക്കുമ്പോൾ അവിടെ കിടക്കട്ടെ, നിങ്ങൾ എഴുന്നേറ്റ് വിളിക്കണം, അപ്പാ അപ്പാ. പുള്ളിക്കാരൻ അരമണിക്കൂർ കൂടെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരത്തുള്ളൂ. അപ്പൊ ഞാൻ ചായ ഇട്ട് കൊടുത്തോളാം. അപ്പാ, അങ്ങയുടെ നാമം ഞാൻ മഹത്വപ്പെടുത്തുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിന്റെ വാശിയാണ്. നിങ്ങൾ ഈശോയെ പറ്റി ചിന്തിക്കുമ്പോൾ രസകരമായ ഒരു കാര്യം കാണാം. നിങ്ങൾ തിരുക്കുടുംബത്തിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ?
ഈശോ എവിടെ നിൽക്കുന്നത്? നടുക്ക്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വയ്ക്കുമ്പോൾ ഈശോ എവിടെ നിൽക്കുന്നത്? നടുക്കാണോ ആദ്യമാണോ? നടുക്ക്. കുരിശിൽ ഈശോ എവിടെയാ? രണ്ട് കള്ളന്മാരുടെ നടുക്ക്. ആകാശത്തിന്റെ ഭൂമിയുടെയും നടുക്ക്. നമ്മുടെ ഹൃദയത്തിന്റെ നടുക്ക് കൊടുത്താലേ പുള്ളിയിരിക്കും. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അവർക്ക് കിട്ടാത്തത് വീണ്ടും വീണ്ടും ഡിഫീറ്റഡ് ആയി പോകുന്നു, പരാജയപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് ഓരോ ഭാര്യയും ഓരോ ഭർത്താവും തീരുമാനിക്കണം, എന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം എന്റെ കർത്താവ്, 2-ാം സ്ഥാനം ജീവിത പങ്കാളി, 3-ാം സ്ഥാനം മക്കളങ്ങൾ, 6 സുഹൃത്തുക്കൾ, 7 നാട്ടുകാർ. ഞാൻ ഒരിക്കലും ഒരു ക്ലാസ്സിലെടുത്ത് പുറത്ത് വന്നപ്പോ ഒരു സഹോദരിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഡോക്ടറെ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ? ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ഗർഭപാത്രത്തിന്റെ അകത്ത് കിടക്കുമ്പോ ഞങ്ങളും കുഞ്ഞുങ്ങളും അല്ലേ നിങ്ങൾ 2 അല്ല 1 ദൈവം പറയേണ്ടിയിരുന്നത്? ഏതോ വീട്ടിൽ മറുപാറ് ഭാഗത്ത് കിടന്ന എന്റെ ഭർത്താവും ചങ്ങനാശ്ശേരി കിടക്കുന്ന ഞാനും തമ്മിൽ കല്യാണം കഴിച്ചപ്പോ ഞങ്ങൾ മേലിൽ 2 അല്ല 1 എങ്ങനെ കർത്താവിന് പറയാൻ പറ്റുന്നത്? ഞങ്ങളുടെ ഗർഭപാത്രത്തിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞും ഞങ്ങളുമല്ലേ മേലിൽ 2 അല്ല 1 പറയണത്? ശരിയാണോ? കേട്ടാ ശരിയാ അല്ലേ? പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ആ ചോദ്യകർമ്മിന്റെയും ഗർഭിണിയായ അമ്മയുടെയും രക്തം ഒരിക്കലും കൂട്ടിക്കലരുന്നില്ല. നിങ്ങളുടെ മക്കളെല്ലാം നിങ്ങളുടെ കൂടെ കാണും, നിങ്ങളില്ലല്ലോ മാതാപിതാക്കളുടെ കൂടെ. ഹല്ലേലൂയ. അത് നമ്മൾ കാണരുത് പ്രിയപ്പെട്ടവരെ, അത് തെറ്റാണ്. ദൈവം അവരെ അനുഗ്രഹിക്കുന്നെങ്കിൽ അവർ എപ്പോഴെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അത് നമുക്കറിയാത്ത കാര്യം, അത് ഭാവിയാണ്, അത് കർത്താവിന്റെ കാര്യങ്ങളില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നമ്മളും നമ്മുടെ ജീവിത പങ്കാളിയും ഒരുമിച്ച് കാണും. ഈശോ നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി ഇപ്പോഴേ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം ആഴമാക്കി കൊണ്ടുപോകണം. അല്ലെങ്കിൽ അവസാനവും വലിയ കൂട്ടയടിയിലെ കാര്യങ്ങൾ അവസാനിക്കത്തുള്ളൂ. മരണത്തിലേക്ക് പോലും വെപ്രളം പിടിച്ച് നമ്മൾ പോകേണ്ടി വരും. അത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം. അത് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം, ഒത്തിരി ഞാൻ കടക്കുന്നില്ല. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഈശോയിൽ വളർത്തിക്കൊണ്ട് വരണം. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഞാൻ UK താമസിക്കുന്ന സമയത്ത് കോട്ടയം രൂപതയിലുള്ള ഒരു ജിജോ ബ്രദറിന്റെയും ലൈല സിസ്റ്റർ, പേര് സഹിതം ഞാൻ പറയാം, കൂടുതൽ വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവരുടെ വീട്ടിൽ ഞാൻ താമസിക്കുകയാണ്. ധ്യാനം നടക്കുന്ന സമയമാണ്. ലൈല സിസ്റ്റർ നൈറ്റ് ഡ്യൂട്ടിക്ക് ഹോസ്പിറ്റലിൽ ഞങ്ങൾ 2 കൂടെ കാറി കൊണ്ടാക്കിയത്. അത്ര അടുപ്പോ ഞാനോട്ട്. തിരിച്ച് ഞാനിങ്ങോട്ട് വന്നു. ഇവർക്ക് 2 മക്കളാണ്. 4.5 വയസ്സും കാണും, മിക്കവാറും 2.5 വയസ്സും കാണും. ഒന്നാം രാത്രി മണി 10. എനിക്കാണ് നല്ല വിശപ്പ്. കാര്യം നമ്മുടെ നാട്ടിലെ ടൈം ഔട്ട് നോക്കുമ്പോ ഇത്തിരി പ്രശ്നം. അപ്പൊ എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ ജിജോ ബ്രദർ വന്ന പടം പറഞ്ഞു, പാവിരിയടാ എന്ന് പറഞ്ഞു. എനിക്ക് ഉള്ളിൽ പറയണമെന്നു, ദുഷ്ടൻ. 4.5 വയസ്സും 2.5 വയസ്സും ഉള്ള പിള്ളേരെ നോക്കിയിട്ട് പാവിരിക്കാനോ? പാവിരിക്കാൻ പറഞ്ഞു. ജവമാല എടുക്കടാ, മുട്ടമേൽ എടുക്കടാ, കുരിശ് വരയ്ക്കാം. ആദ്യത്തെ 10 നന്മ നിറഞ്ഞ മറിയും ചൊല്ലുന്നതിനുള്ളിൽ തന്നെ ഇളയവന്റെ കാറ്റുപോയി. അവൻ അവിടെ പായലോട്ട് വീണുകിടന്ന് ഉറങ്ങി. 2ാമത്തെ രഹസ്യം ചൊല്ലിക്കഴിഞ്ഞപ്പോ മറ്റവന്റെ കാറ്റുപോയി. ഞാനും എല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇയാള് മക്കളെ വിളിച്ചുണർത്തുകയാണ്. മക്കളെ എഴുന്നേക്കടാ. അത് ഞാനപ്പോ ഡോക്ടർ ബുദ്ധി പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു, അതെ ബ്രദറെ, ഈ ഉറക്കത്തിൽ നിന്നും കുട്ടികളെ വിളിച്ചുണർത്തി ഇങ്ങനെ ആഹാരം കൊടുക്കുന്നത് അത്ര നല്ലൊരു പരിപാടി അല്ലെന്നാണ് ഞാൻ ഇങ്ങനെ പഠിച്ചിരിക്കുന്നത്. എനിക്ക് വല്ല ദേഷ്യം വരുന്നുണ്ട്. കാര്യം 10-10:30 മണിയായി. പക്ഷെ ഇന്നലെ ഇയാൾ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു തിയറി ഇങ്ങോട്ട് പറയാണ്. ഡോക്ടറെ, ഞാൻ അഹങ്കാരത്തോടെ പറയല്ല, എന്റെ മക്കൾക്ക് ഞാൻ എന്താ ചെയ്യുന്ന ഡോക്ടർക്ക് മനസ്സിലായി. അവന്മാർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്വർഗസ്ഥനായ പിതാവേ, കേട്ടാണ് അവർ ഉറങ്ങിയത്. അവർക്ക് ഞാൻ കുഞ്ഞിലെ ഒരു പാഠം കൊടുത്തു. ആദ്യം ദൈവം, 2ാമത് ആഹാരം. ആദ്യം പ്രാർത്ഥന, 2ാമത് കഞ്ഞി. എന്റെ മക്കൾ ലോകത്ത് എവിടെ പോയാലും നശിക്കേല. ഞാനോട് അയക്കണം പറഞ്ഞിരുന്നു. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോ അവർ അമേരിക്കയിൽ വന്നു. അവർ ടെക്സാസിലെ ഹൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത്, ഷുഗർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ താമസിക്കുന്നുണ്ട്. ഞാൻ അവരെ അടുത്ത ഷാരോൺ ഫെസ്റ്റിവലിൽ കാണും. ഒരു കാര്യം ഉറപ്പാ, എന്നോട് വലിയ സ്നേഹമാണ്. ഫോണിൽ വിളിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, ഇപ്പൊ ഒരു 4-5 വർഷം ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു, ബ്രദറെ, അമേരിക്കയിൽ വന്നിട്ട് ബ്രദറിന്റെ മക്കൾ എങ്ങനെയുണ്ട്? എടുത്തടിക്ക് ബ്രദർ പറഞ്ഞതാണ്, ആദ്യം ദൈവം, 2ാമത് ഭക്ഷണം. ആദ്യം ദൈവം, 2ാമത് ഭക്ഷണം. എന്റെ മക്കൾ കേരളത്തിലെ നിഷ്കളങ്കമായ ഒരു ഗ്രാമത്തിൽ വളരുന്നത് പോലെ അമേരിക്കയിൽ വളരുന്നു. പ്രൈസ് ദി ലോർഡ്. പേര് സഹിതം ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ മക്കളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് വചനപ്രഘോഷകനായ എന്നെ പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട സഹോദരൻ. ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് കാര്യങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്റെ വ്യക്തിപരമായി അനുഭവത്തിലൂടെ അദ്ദേഹം പഠിപ്പിച്ചു തന്നു. കുഞ്ഞുമക്കൾ ഉറങ്ങാൻ നേരത്ത് പോലും അവരുടെ തലമണ്ടയിലോട്ട് പ്രാർത്ഥന പോയിക്കൊണ്ടിരിക്കും. ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഭാര്യയോട് പറഞ്ഞോടേ, നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പല സ്ഥലത്തും പഠിക്കുന്നുണ്ട് കേട്ടോ. ഒരു സാധാരണ മനുഷ്യനും ഭാര്യയും കൂടെ നമ്മളെ പഠിപ്പിച്ചെന്ന പാഠം കണ്ടോ. ഇപ്പോഴും അവരുടെ മക്കൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം അവരെന്നെ ഫോൺ ചെയ്തു, മക്കൾ സംസാരിക്കുന്നു, ജോണക്കളെ, ആ വളരെ ഇന്നസെന്റ് ആയിട്ടാണ്.
ഞാൻ ശരിക്കും ചോദിച്ചു, ബ്രദറിന്റെ മക്കൾ ശരിക്കും ബ്രദറിന്റെ മക്കൾ എങ്ങനെയുണ്ട്? ഒരു ചട്ടപ്പിത്തരവില്ല. അവർക്ക് ഈശോയോട് വലിയ സ്നേഹ. ഈ തെങ്ങിനെ കൊച്ചിനെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സ്ഥലത്തോട്ട് വളയും. കുറച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പാടാ പ്രിയപ്പെട്ടവരെ. കുഞ്ഞിലെ നമുക്ക് മക്കൾക്ക് ഈശോയെ കൊടുത്തു വളർത്താം. പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങൾ 10:22. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടെ നിന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. അമേരിക്കക്കാർ കേൾക്കേണ്ട ഒരു വചനമാണ്. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടെ നിന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. സുഭാഷിതങ്ങൾ 10:22. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടെ നിന്ന് അതിൽ ദുഃഖം കലർന്ന. പോയിന്റ് ഇതാണ്, ഈശോ നമ്മളെ ഫൈനാൻഷ്യലായിട്ട് ബ്ലെസ് ചെയ്യുന്നു. ഈശോയുടെ ബ്ലെസ്സിങ് കറക്റ്റ് ആയിട്ടുള്ളതിന്റെ അടയാളം നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ആ ബ്ലെസ്സിങ്ങിന് എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ദുഃഖമുണ്ട്. ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള കാര്യം. എല്ലാ സന്തോഷത്തിന്റെയും എല്ലാ ആനന്ദത്തിന്റെയും ഇടയിൽ സമ്പത്ത് ദൈവം തരും. പക്ഷേ ദൈവം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ദുഃഖം ഉണ്ടാകും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് ഈ നിമിഷം ചിന്തിക്കണം. എങ്ങനെയാണ് എന്റെ കുടുംബത്തിൽ സമ്പത്തിന്റെ മധ്യത്തിൽ, എല്ലാ സുഖ സൗകര്യങ്ങളുടെ മധ്യത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടോ? ഭാര്യ ഭർത്താക്കന്മാര് കുടുംബ പ്രാർത്ഥന നടത്തുമെന്ന് ഇവിടെ വെച്ച് തീരുമാനമെടുക്കണം. ധ്യാനം കേട്ട് പാട്ട് പാടി നമ്മൾ പോയാൽ പോരാ. കർത്താവേ, എന്റെ ഭാര്യ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയാൽ, എന്റെ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയാൽ ഞാനും എന്റെ മക്കളും കൂടി തിരിക്കും. തീരുമാനമെടുക്കാം പ്രിയപ്പെട്ടവരെ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യണം. അതോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹം കടന്നു വരും. മക്കൾ എവിടെ പോയാലും വഴി തെറ്റുകയില്ല. നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് തീരുമാനമെടുക്കണം. രണ്ടാമത്തെ തീരുമാനമെടുക്കേണ്ടത്, എന്റെ മക്കളുടെ മുമ്പിൽ വെച്ച് ഒരിക്കലും വഴക്കിടുകയില്ല എന്ന് തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു രാജ്യത്ത് ചെന്നപ്പോഴത്തേക്ക് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ 2-3 ആൺമക്കളാ. കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി വില്ലന്മാരാണ്. കാര്യം അവിടെ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒളിമ്പിക്സിലൊക്കെ ചാടുന്ന പോലെ കിടന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പുള്ളിക്കാരി പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഡോക്ടർക്ക്, ഇപ്പൊ തന്നെ എന്റെ മക്കളെ കണ്ടേ അവർക്ക് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട്, ദർശനമൊന്നും അല്ല കേട്ടോ, ചുമ്മാ കാഷ്വലായിട്ട് അവർക്ക് കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഒബ്സർവേഷനിൽ ഞാൻ ചോദിച്ചു, ചേച്ചി അത് നമുക്ക് വഴക്കിടാൻ പറ്റുന്നോ? നമ്മുടെ വഴക്കെല്ലാം അവരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ്. ഡോക്ടർ വഴക്കിടാറില്ലേ? പുള്ളിക്കാരി എടുത്ത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വഴക്കിടാറുണ്ട്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് വഴക്കിട്ടിട്ട് 10-11 കൊല്ലായി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും എന്റെ ഭാര്യയോട് പറയാനുണ്ടെങ്കിൽ ഞാനും ഭാര്യയും കൂടെ ബെഡ്റൂമിലേക്ക് പോകും, ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യും. പരിശുദ്ധാത്മാവേ, പപ്പയും മമ്മിയും കൂടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത്, താൻ നേരത്തെ പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പുള്ളിക്കാരി പറയുന്നതാണ് ശരിയെന്ന് തോന്നുമ്പോൾ നമ്മൾ ഈശോയെ അറിഞ്ഞ മകനാ. ഞാൻ പറയും, ശരിയാ, താൻ പറഞ്ഞ ആ കാര്യം ഞാൻ ചിന്തിച്ചിട്ടായിരുന്നു, ഐ എം സോറി, പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിച്ചു. ഞാൻ പറയുന്നതാണ് ശരിയെങ്കിൽ പുള്ളിക്കാരി പറയും, ജോൺ പറയുന്നതാ ശരി, ഞാൻ പറഞ്ഞ തെറ്റാണ്, പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിച്ചു. ഞങ്ങൾ രണ്ടും കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നു. മകള് വലിയ സന്തോഷത്തോടെ ഇരിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇങ്ങനെ പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഈ വഴക്ക് പോലും തീരും. പ്രൈസ് ദി ലോർഡ്. ഇത് ഗ്രാജുവൽ ആയിട്ട് കുറഞ്ഞു പോകും. ഒരിക്കലും അവരുടെ മുമ്പിൽ വെച്ച് വഴക്കെടുത്ത് കേട്ടോ. ഇനി ചെയ്യരുത്. നമുക്കൊക്കെ ഈ പറ്റിയിട്ടുണ്ട്, എനിക്കും പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈശോ എന്നെ പഠിപ്പിച്ചതാണ്. കുഞ്ഞുങ്ങളെ ഏറ്റവും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും അത് ചെയ്യരുത്. ഈ ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻ ധ്യാനം 1000 ധ്യാനം പിള്ളേരെ കുടിക്കുന്നതിന്റെ ഇഫക്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സമസോൾട്ട് ചാടിക്കൊണ്ടിരുന്ന കുട്ടികളുടെ അവരെ ഞാൻ 5 കൊല്ലങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ആ കുടുംബം സ്വർഗീയ ഭവനമായി. ഞാൻ കള്ളം പറയല്ല, സ്വർഗീയ ഭവനമായി തീർന്നു. ഒരു കുട്ടി വൈദികനാകാൻ പോലും ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്ക് മാറ്റം അവിടെ വന്നു. അവരൊറ്റ തീരുമാനമെടുത്തു, ഞങ്ങൾ ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് വഴക്കിടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് കിട്ടും. മാത്രമല്ല, നമ്മളെ കൈകോർത്ത് പിടിച്ചൊരു 1 മിനിറ്റ് എങ്കിലും, ഇപ്പൊ ഞാനിവിടെയും ഭാര്യ ഇന്ത്യയിലുമാണ്. ഞങ്ങൾ എല്ലാ ദിവസവും ഫോൺ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവസാനം ഈശോയെ ഒന്ന് സ്തുതിച്ച് ഒരു നന്മ നിറഞ്ഞ മറിയും ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ഫോൺ താഴെ വയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം കൂട്ടുന്നു. കുറവുകളോടുകൂടി ഞങ്ങൾ 2 രാജ്യത്തിലും ആത്മാവിൽ ഒന്നാകുന്നു. ഞങ്ങൾ ഫോൺ പിടിച്ചിട്ട് ഈശോയെ ഞങ്ങൾ ഒരുമിപ്പിച്ചതിന് നന്ദി, മോളെ തന്നതിന് നന്ദി, സഹനങ്ങൾക്ക് നന്ദി, അനുഗ്രഹങ്ങൾക്ക് നന്ദി, എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നതിന് നന്ദി, ഈശോയെ നന്ദി. എന്നിട്ട് ഒരു നന്മ നിറഞ്ഞു പറയും ചൊല്ലി ഞങ്ങൾ ഫോൺ താഴെ വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാണുന്നില്ലെങ്കിൽ പോലും അവൾ എന്റെ അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്.
എവിടെയൊക്കെ ചെന്നാലും അവളകത്തോട്ട് ആ സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചുമ്മാ കുറെ പാട്ടൊക്കെ, അപ്പൊ ഞാൻ വീണ്ടും പറയാം, അങ്ങനെ പോയാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട കുറെ നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിന്റെ ഫലം നമുക്ക് കൊയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ഫലം നമുക്ക് കൊയ്യാനായിട്ട് സാധിക്കും. ഒരിക്കൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കുറെ ചേട്ടന്മാരെന്നെ കാണാൻ വന്നു. അവരൊന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, ഇവിടെ ഒരു ബാങ്ക് മാനേജര് ഈ ലയൺസ് ക്ലബിലും റോട്ടറി ക്ലബിലും എല്ലാം വിളിച്ചിട്ട് ആളുകളോട് പറയുന്നു, ആരും നിങ്ങളുടെ ഭാര്യമാരെ ധ്യാനത്തിന് വിടരുത്. ഞാനോർത്ത് അതെന്ത് രോഗമാണ്, ഇങ്ങനൊരു സമയം നമ്മൾ സയൻസിലും സൈക്കാട്രിയിലൊന്നും പഠിച്ചിട്ടില്ലോ. ഞാൻ ചോദിച്ചു, ഈ സാറിന് വേറെ വല്ല കുഴപ്പമുണ്ടോ? പുള്ളി പക്കാ മാന്യനാണ്. ഈ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, കൂട്ടുകാരെല്ലാം വിളിച്ചിട്ട് ഭാര്യമാരെ ധ്യാനത്തിന് വിടരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജോലി. ഞാൻ പറഞ്ഞു, ആ സാറിനെ എനിക്കൊന്ന് കാണണമല്ലോ. അങ്ങനെ തന്നെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് കടന്നു. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇരിക്കും, എനിക്ക് ഡോക്ടറിനോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല, എനിക്ക് ധ്യാനക്കാരെ ഒന്നും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ അത്ര ധ്യാനക്കാരനൊന്നും അല്ല, നമ്മളിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വചനമൊക്കെ ഉള്ളൂ. ചേട്ടൻ ക്ഷമിക്കാം, നമുക്ക് അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല. ഞാൻ ചേട്ടൻ അറിയാൻ മേലത്തുണ്ട്, ഒരു ഡോക്ടറാണെന്ന് ഞാൻ ചോദിക്കുക, ചേട്ടൻ എന്താണ് ഈ എല്ലാ വിദ്യാഭ്യാസമുള്ളവരുടെയും വീട്ടിൽ വിളിച്ച്, ബിസിനസ്സുകാരുടെയൊക്കെ വീട്ടിൽ വിളിച്ച് നിങ്ങളുടെ ഭാര്യമാരെ ധ്യാനത്തിന് വിടുമെന്ന് പറയാൻ ചേട്ടൻ ആരെങ്കിലും ദ്രോഹിച്ചോ? എന്നെ കൊണ്ടൊന്നും പറയിച്ചേക്കരുത്. ഞാൻ പറഞ്ഞു, ചേട്ടൻ കാര്യം പറ, ചൂടാകാതെ. എന്റെ ജീവിതമോ പോയി, ഇനി വേറെ ആരുടെയും ജീവിതം പോകരുത്. ചേട്ടന്റെ ജീവിതം പോയോ? അവള് നല്ലൊരു ഭാര്യയായിരുന്നു ഡോക്ടറെ. ധ്യാനം കൂടി കഴിഞ്ഞു വന്നിട്ട് ഞാൻ അവളെ സ്പർശിക്കാൻ ചെന്നപ്പോ അവള് പറയാ, ഞാൻ കൊച്ചു ത്രസ്യ പുണ്യ വളർത്തിയാണ്. എന്റെ ശരീരം കുമ്പസാരവും കൗൺസിലിംഗും വിശുദ്ധ കുർബാന സ്വീകരണവും വഴി പരിശുദ്ധി നിറഞ്ഞതായി തീർന്നിരിക്കുകയാണ്. ഇനി എന്റെ ശരീരത്തിൽ നിങ്ങൾ സ്പർശിക്കരുത്. ഈ അശുദ്ധി എനിക്ക് താങ്ങാനായിട്ട് പറ്റത്തില്ല. ഞാൻ കൊച്ചു ത്രസ്യയെ പോലെ സഭയ്ക്കൊരു അനുഗ്രഹമായി തീരാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, 1-2 വർഷം കഴിഞ്ഞപ്പോ ഇയാൾ ഒരു പരുവായിപ്പോ. ഇയാൾക്കുണ്ടല്ലോ ഇയാളുടെ ജീവിതം പോയതിന്റെ കലി. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, ചില ചേട്ടന്മാർ ഈ പ്രാർത്ഥനയ്ക്ക് എതിർപ്പ് കാണിക്കുമ്പോ ഞാൻ പെട്ടെന്ന് ഭാര്യയുടെ മൊത്തോട്ടം നോക്കും. അപ്പൊ അവര് തലകുനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ തുറന്ന് ഷെയർ ചെയ്യാണ്. ഞാൻ ഒരു മാരീഡ് മാനാണ്, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് എന്റെ അനുഭവം പറയാണ്, ഭാര്യാഭർത്തൃ ബന്ധം ഒരിക്കലും പാപമല്ല. നമ്മുടെ അഭിഷേകം പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പരിശുദ്ധാത്മാവുള്ള അനോയിന്റിങ്ങും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇൻഫാക്ട് ദൈവത്തിന് അത് സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. കാര്യം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞാൻ ഒന്ന് തുറന്ന് പറയുകയാണെ, ഇത് ഒത്തിരി പേരുടെ ലൈഫ്. കാര്യം കൗൺസിലിംഗ് എല്ലാവരെയും ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിന്റെ അകത്ത്. എന്നാലും ശ്രദ്ധിക്കണം. 1 കൊരിന്ത്യർ 7 നമ്മൾ വായിക്കുകയാണ്, വ്യഭിചാരത്തിൽ വീഴാനുള്ള സാധ്യത നമുക്കുള്ളത് കൊണ്ട് അതിൽ നിന്ന് നമ്മളെ ഒഴിവാക്കാനുള്ള ദൈവത്തിന്റെ ഒരു ടെക്നിക്ക് കൂടെയാണ് വിവാഹം എന്ന് കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ ആക്ച്വലി കല്യാണത്തിന്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അമീബ എന്ന് പറയുന്ന ഒരു ജീവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പുള്ളി ഇരുന്നിരിപ്പിന് 2 ആകും. 2, 4, 4, 8, 8, 16, 32, 64 കിടക്കിടക്കിടാന്ന് പറഞ്ഞാ പുള്ളിക്കാരൻ പെറ്റുപെരുകുന്നത്. ആണും വേണ്ട പെണ്ണും വേണ്ട, ഇരുന്നിരിപ്പിന് പുള്ളി മൾട്ടിപ്ലിക്കേഷൻ നടത്തും. ദൈവത്തിന് ഭാര്യയുടെ ഭർത്താവിന്റെ ആവശ്യം ശരിക്കും ഇല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ. അപ്പൊ ദൈവം ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത് നമ്മൾ തമ്മിലുള്ള സ്നേഹം ഉറപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടും നമ്മൾ വ്യഭിചാരത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. പ്രൈസ് ദി ലോർഡ്. ചില വീട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലേ, വൈകുന്നേരം ഭാര്യയും ഭർത്താവും കൂടെ കരത്തടി, രാവിലെ സ്റ്റെയർ കേസിന് രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ അച്ചായ അതെ പിന്നെ ഇതാ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിന്റെ ടെക്നിക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതെന്നത് വൈകുന്നേരം വരെ ഇവിടെ പാത്രവും ചട്ടിയെല്ലാം പറക്കായിരുന്നു, രാവിലെ രണ്ടുപേരും കൂടെ ചിരിച്ച് ഇറങ്ങി വരുന്നത്. അതെ, നമുക്ക് നമ്മുടെ അമ്മാച്ചന്റെ വീട്ടിലൊന്ന് പോകണം, കുറച്ച് നാളായി. ഇത് ഇന്നലെ വഴക്കിട്ടവർ തന്നെയാണോ പ്രിയപ്പെട്ടവരെ? അല്ല. ഇതാണ് ദൈവത്തിന്റെ ടെക്നിക്ക്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു തരത്തിലുള്ള തെറ്റായ പഠനങ്ങളും നിങ്ങളെ സ്പർശിക്കരുത്. ഒരു കല്യാണം കഴിച്ച ആളുടെ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധവും വിശുദ്ധിയുമായിട്ട് ഒരു ബന്ധവുമില്ല. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. തെറ്റായ ചില പഠനങ്ങളാണ് നമ്മളെ നയിക്കുന്നെങ്കിൽ അതിവിടെ വെച്ച് ദൂരെ കാണണം. നിങ്ങൾ ധ്യാനം കൂടിയിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കരയിക്കരുത്, ദുഃഖിപ്പിക്കരുത്. ധ്യാനം കൂടി പ്രാർത്ഥനയിൽ വന്നിട്ട് നമ്മൾ മൂലം നമ്മുടെ ജീവിത പങ്കാളി ഒരിക്കലും വിഷമിക്കാൻ ഇടയാകരുത്. പകരം അവർക്ക് കൂടുതൽ സ്നേഹം കൊടുക്കണം. ഇനി ചേച്ചിമാർക്കുള്ളത് ഞാൻ പറയാം. ചില ചേട്ടന്മാര് പെട്ടെന്ന് ദർശനവരെ കിട്ടും ധ്യാനം കൂടി കഴിയുമ്പോ. മറിയാമ്മേ എന്താ ചായ, എന്താ ചായ, അച്ഛാ എന്ത് പറ്റി? അൽഫോൻസാമ്മയെ കാണുന്നു മറിയാമ്മേ, അൽഫോൻസാമ്മയെ കാണുന്നു. ഒരു കാര്യം ചെയ്യണം, എനിക്ക് വട്ടായിലച്ചനെ പോലെ ആകണം. അതുകൊണ്ട് നീയും നിന്റെ മക്കളും കൂടി അടുക്കളയുടെ അപ്പുറത്തെ മുറി കിടന്ന് ഉറങ്ങിച്ചാൽ മതി.
പ്രിയപ്പെട്ടവരെ, മണ്ടത്തരം കാണിക്കരുത്. നിങ്ങളുടെ ദർശനം നിങ്ങൾക്ക് കല്യാണം കഴിച്ച അവസ്ഥ മനസ്സിലാക്കി ദൈവം തന്നതാണ്. അത് മരിക്കുന്നത് വരെ അവിടെ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇത് പോകത്തില്ല. ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാത്തത് മൂലം എന്റെ ഭാര്യ തെറ്റിൽ വീണാൽ ദൈവം എന്നെ കൂടെ പിടിക്കും. നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാത്തത് മൂലം നിങ്ങളുടെ ഭർത്താവ് തെറ്റിൽ വീണാൽ, ഭാര്യ തെറ്റിൽ വീണാൽ ദൈവം നിങ്ങളെ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ലോകത്തുള്ള ഏതൊക്കെ രാജ്യത്ത് നിന്ന് വെളിവന്നാലും ഞാൻ എന്റെ ടൈം ടേബിളിൽ ചില മാസങ്ങൾ, എല്ലാ മാസവും ഞാൻ പുറത്ത് പോകത്തില്ല. കാരണം ഞാനൊരു പുരോഹിതനല്ല. എനിക്കൊരു മോളുണ്ട്, അവൾക്ക് അപ്പനെ വേണം. എനിക്കൊരു ഭാര്യയുണ്ട്, അവൾക്ക് ഭർത്താവിനെ വേണം. ഞാൻ ആദ്യം കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ്. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. അവിടെ മാസത്തിലെ 12 മാസവും പുറത്ത് സുവിശേഷം പറഞ്ഞ് നടക്കാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. സീസറിനുള്ളത് സീസറിനും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. ഇത് കൃത്യമായിട്ട് ഈ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. ചേച്ചിമാർ ഇപ്പൊ ചിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ വന്നു, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു. ബെന്നിപ്പുനത്തറ ബ്രദർ ആയതുപോലെ എനിക്കും ആകണം. അതുകൊണ്ട് ഏലിയാമ്മേ, നീ സ്റ്റോർ റൂമിൽ കിടന്നാൽ മതി അടുത്ത ദിവസം തൊട്ട്. പ്രിയപ്പെട്ടവരെ, ബ്രദർ സ്റ്റെല്ല ചേച്ചി നല്ല സന്തോഷകരമായ കുടുംബജീവൻ നയിക്കുന്ന വ്യക്തികളാണ്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് 2 മക്കളുണ്ട്. അവര് വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവൻ നയിക്കുന്നവരാണ്. നമ്മൾ അബ്നോർമൽ ആകരുത്, പകരം ഒരു ബാലൻസ്. എനിക്ക് ബ്രദറിന്റെ കൂടെ ഞാനിപ്പം ഏതാണ്ട് 1 മാസത്തോളമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുക. പല സ്ഥലത്തും ഒരു റൂമിലൊക്കെ കിടത്ത്. ഞാൻ ബ്രദറിൽ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, ബ്രദർ ബാലൻസ്ഡ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഒരു എക്സ്ട്രീംസിലോട്ടും ബ്രദർ പോകുന്നില്ല. ഇൻഫാക്ട് എനിക്ക് വല്ല എക്സ്പീരിയൻസും വരുമ്പോൾ ബ്രദർ സ്നേഹത്തോടെ എന്നെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ബാലൻസ് ആണ്. നമ്മൾ കല്യാണം കഴിച്ചവരാണ്, നമുക്ക് അതിന്റെ ബാലൻസ്. ഇനി നമുക്ക് നമ്മുടെ ഭാര്യയെ ദൈവം വിട്ടുതരുന്നു, ഭർത്താവിനെ ദൈവം വിട്ടുതരുന്നു. അതിന്റെ പുറത്ത് ആഗ്രഹം കൊണ്ടും തെറ്റായ ഫോൺ വിളികള്, തെറ്റായ ബന്ധങ്ങള്, തെറ്റായ സംസാര സുഖങ്ങള്, ഇതൊന്നും ദൈവം സമ്മതിച്ചു തരികയില്ല. അദ്ദേഹം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഈ ക്ലാസ് അല്ല, അത് സിംഗിന്റെ ക്ലാസ് ആണ്. പക്ഷെ അപ്പട്ട നമ്മൾ പരിശുദ്ധി സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പട്ടയാണ് നമ്മുടെ പരിശുദ്ധി. സഹോദരിമാരായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അവരെ ഫ്രണ്ട്ഷിപ്പായിട്ട് സ്നേഹിക്കാം, പക്ഷെ അവർ സഹോദരിമാരായിരിക്കട്ടെ. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നിനക്ക് നിന്റെമാരാണ്. എത്ര കൂട്ടുകാരാണെങ്കിലും അവർ സഹോദരിമാരായിരിക്കണം. നീ ലോകത്തിന്റെ ഏത് ഭാഗത്ത്, ഏത് വീട്ടിൽ പോയി താമസിച്ചാലും, ആരെല്ലാം കണ്ടാലും നിന്റെ സഹോദരിയായിട്ടേ കാണാവുള്ളൂ, സുഹൃത്തല്ല. യുവർ സിസ്റ്റർ. ഭാര്യ കർത്താവ് നമുക്ക് വിട്ടുതരുന്നു. സുഭാഷിതങ്ങൾ പറയുന്നുണ്ട്, എൻജോയ് ദ വൈഫ് ഓഫ് യുവർ യൂത്ത്. ബൈബിൾ മലയാളത്തിൽ ഇങ്ങനെയാണ്, യൗവനത്തിൽ നിന്റെ ഭാര്യയിൽ ആനന്ദിച്ചു കൊള്ളുക. പുറത്തേക്ക് ഒറ്റ കാര്യം കർത്താവ് സമ്മതിക്കല്ല. ഓരോ പാപം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഇരുട്ട് പോകും, നമ്മുടെ പ്രകാശം പോകും. നമുക്ക് ഭാര്യയോടും മക്കളോടും, ഭർത്താവിനോടും മക്കളോടും ഒക്കെ ഉള്ള സ്നേഹം കുറയും. നമ്മൾ വിശുദ്ധരാകും തോറും സ്നേഹം കൂടിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. നന്നായിട്ട് കുമ്പസാരിക്കുകയും ഏറ്റു പറയുകയും ചെയ്യണം. അങ്ങനെ നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് പണിതുയർത്താനുള്ള നല്ലൊരു തീരുമാനം നമുക്ക് എടുക്കാം.